എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസി ഒന്ന് തോപ്പി. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിന്തിയെ കിട്ടില്ല. 18 കാടമുട്ട കഴിക്കുന്ന വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് 20 കാടമുട്ടയിലാണ് ഇന്ന് തുടങ്ങിയത്. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന. ശേഷം ഉപ്പുമാവ്, ഇച്ചിരി മീൻകറി, 2 പഴവും കൂടെ എടുത്തു. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. ഇത്തവണ ഹൗസ് വാമിങ്ങിന് ഫർണിച്ചേഴ്സ് എടുക്കാൻ പോകണം. കുറച്ചു നേരം നിൽക്കേണ്ടല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് ഞാനൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ശേഷം ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു. അപ്പത്തിനകത്ത് പഞ്ചാര ഇട്ട് കഴിക്കുന്നത് ഇത് പണ്ടുതൊട്ടേ ഉള്ള എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. പിന്നെ കുറച്ച് റസ്ക് എടുത്ത് കട്ടൻ ചായ മുക്കി കഴിച്ചു. ശേഷം ഇച്ചിരി മാതൽ നാരങ്ങ, ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ഗൾഫിൽ നിന്ന് ആരാണ്ട് കൊണ്ടുവന്ന ഏതാണ്ടൊക്കെ സാധനം ഇത്തിരി കഴിച്ചു. ഇതിനും വേണ്ടി തനിക്ക് മാത്രം ഞാൻ കൊന്നുമില്ലല്ലോ. 2-3 പൂരിയും കറിയും കോഫിയും കുടിച്ചാണ് ആ പ്രഭാതം തുടങ്ങിയത്. ശേഷം ലേറ്റായി വന്ന ചോള ഭട്ടൂര പറഞ്ഞു വിട്ടു. നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല. അപ്പൊ ഇന്ന് വൈറ്റമിൻ സി ഇല്ല. ഇല്ല. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ട. 1 കിലോഗ്രാം സിംഗാര വാങ്ങി. പിന്നെ വെറൈറ്റി ആയിട്ട് ഓറഞ്ച് തട്ടി, അജ്മാ റൈസ് തട്ടി, മസാല ദോശ തട്ടി, ലൈം തട്ടി, ചീസ് പിസ്സ തട്ടി, ദേഹി ബല്ലായും തട്ടി. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. പൊറിക്കാൻ പ്രിങ്കിൾസ്, കുടിക്കാൻ സ്പ്രൈറ്റ്, അലിയിക്കാൻ ഐസ്, ശേഷം വണ്ടിയിലിരുന്ന് ഇടയ്ക്കിടെ ചവയ്ക്കാൻ പീനട്സ്. വേണ്ട ചേട്ടാ, ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തന്നെ ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. കടയിൽ കയറി പെടയും വാങ്ങി INA മാർക്കറ്റിൽ നിന്ന് മുഖുമുഖവും കുടിച്ച് ന്യൂട്ടല്ല ബ്രെഡ് സ്റ്റിക്കും തിന്ന് നടന്നപ്പോൾ പാലക്ക് ദഹി ബല്ല കണ്ട് അതും വാങ്ങി. ശേഷം കേരള ഹോട്ടലിൽ നിന്ന് ഇച്ചിരി ചീനി മല വറുത്തതും മൊയ്റ്റോയും തട്ടി. കരിമ്പിൻ ജ്യൂസിൽ പാലും അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ. അതിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്തോളൂ. only 2600 രൂപ. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഫ്രൈഡ് റൈസും ഫിഷ് തവ ഫ്രൈയും സ്ക്വിഡ് തവ ഫ്രൈയും 65ഉം ഫിഷ് കറിയും മട്ടൻ ചിന്ന വെങ്കായവും സൗത്ത് ഇന്ത്യൻ താലിയും പ്രോണും ഓർഡർ ആക്കി. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. അതെല്ലാം കഴിച്ച് വെള്ളവും കുടിച്ച് പ്ലേറ്റും കാലിയാക്കി ഒരു ഫ്രൂട്ട് സാലഡും ഗുലാബ് ജാമുനും കൂടി കഴിച്ച് വിവേകാനന്ദ പാറ കാണാൻ പോയി. എന്താ എന്റെ ഉദ്ദേശം? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാം. മോൺസ്റ്റർ ഫലൂട കുടിക്കാം. മോൺസ്റ്റർ എന്നൊക്കെ ഇവൻ 4 നേരം വെട്ടി വീഴണ നീ കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് ഒരു കെട്ട് പുല്ല് മതി. 1.5 കോടി ഉറുപ്യ. ഒളരിപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നേ അല്ലേ. രാവിലെ പയറും തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിച്ചു. പോകുന്ന വഴി കട്ടനും 3 ഇഡലിയും കറിയും വടയും കഴിച്ചു. പിന്നെ എറണാകുളം വരെ പോകുന്നുണ്ട് വിശക്കാതിരിക്കാൻ മസാല ദോശയും വടയും കൂടി ഓർഡർ ചെയ്തു. ശേഷം ഒരു കോഫിയും. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ച് തരും. കഞ്ഞിയിലാണെന്ന് വെച്ചാൽ പറ്റിനേക്കാൾ കൂടുതൽ കല്ലും മണ്ണുവാ. രാവിലെ 18 കാടമുട്ടക്കറിയും 1 കുറ്റി പുട്ടും 2 പഴവും 1 താറാമുട്ടയും കഴിച്ചു. 11 മണിക്ക് ഒരു ഇച്ചിരി കൊത്തുപൊറോട്ടയും ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു. അമ്മായി, ഈ പാൽ കഞ്ഞി കുടിച്ച വെളുക്കോ? വെളുക്കടാ, വെളുക്കും. ഈ കുടിപ്പാണ് കുടുംബം വെളുക്കും. എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്. പക്ഷെ ഇപ്പൊ ഞാനല്ല ഹാപ്പിയാ. അതൊരു ഫ്രീഡം അല്ലേ.